നിങ്ങൾ ജീവിതത്തിൽ കടുത്ത ശത്രുദോഷം അനുഭവിച്ചു വരുന്ന ഒരു വ്യക്തിയാണോ? അതായത് കണ്ണേറ്, ദൃഷ്ടിദോഷം, പ്രാക്ക്, എരിച്ചിൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള സന്തോഷമോ സമാധാനമോ ജീവിത പുരോഗതിയോ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിഷ്പ്രയാസം നിങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ ഒരേ ഒരു കർപ്പൂരത്തിന് നിങ്ങൾ തിരികൊളുത്തിയാൽ മതിയാകും. ഏറ്റവും പ്രധാനമായി ഈ ഒരു കർമ്മം എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായും എന്നാൽ അത്യന്തം ശക്തിയേറിയതുമാണ്. അപ്പോൾ പുറമേയുള്ള ഒരു വ്യക്തികളും അറിയാതെ നിങ്ങൾ ഈ ഒരു കർമ്മം രഹസ്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷം പാടെ ഇല്ലാതാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ചിലർക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് ശത്രുദോഷം കൊണ്ടുള്ളതാണോ എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ വിധിയെ പഴിച്ചുകൊണ്ട് പലരും മുന്നോട്ട് പോകാറാണ് പതിവ്. എന്നാൽ നിങ്ങളിൽ ശത്രുദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെതായ ഒരു പുരോഗതിയും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ ഒരു കരയ്ക്കെത്തിക്കുവാൻ നിങ്ങൾ നിരന്തരം പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ജീവിതത്തിൽ കടബാധ്യതയും സാമ്പത്തിക പ്രതിസന്ധിയും വർദ്ധിക്കുന്നതല്ലാതെ ഇത്തരത്തിൽ ശത്രുദോഷം ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മേൽഗതി ഉണ്ടാവില്ല. ഇനി അതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാകുവാൻ പോകുന്നു എന്നിരിക്കട്ടെ, നിങ്ങളുടെ സന്തോഷം കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ അത് നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പറഞ്ഞു കഴിയുമ്പോൾ ഉടനടി നിങ്ങൾക്ക് വരേണ്ടിയിരുന്ന ആ നല്ല കാര്യം നടക്കാതിരിക്കുകയും അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ കാര്യതടസ്സം ഉണ്ടാവുകയും ചെയ്യുന്നതും ഇത്തരത്തിൽ അസൂയ കൊണ്ട് അവർ പറയുന്ന ഒരു വാക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു നോട്ടമോ കൊണ്ടായിരിക്കാം. മാത്രമല്ല, പലപ്പോഴും പുറമെ സ്നേഹം നടിച്ചുകൊണ്ട് നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ തന്നെയായിരിക്കും. അതൊരു പക്ഷേ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അയൽക്കാരോ വളരെ പ്രിയപ്പെട്ടവരോ തന്നെയായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കർമ്മം ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ടവർ അല്ലാതെ പുറത്തു നിന്നുള്ള ഒരാൾ പോലും അറിയാതിരിക്കുന്നതാണ് ഉത്തമം. ഇനി ഈ ഒരു കർമ്മം ചെയ്യുവാനായി നിങ്ങൾക്ക് കടയിൽ നിന്നും മറ്റും വാങ്ങുവാൻ കിട്ടുന്ന പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള കർപ്പൂരം എടുത്താൽ മതിയാകും. അതായത് വെറും 10 രൂപയ്ക്കും മറ്റും ലഭിക്കുന്ന ആ കർപ്പൂരം കൊണ്ട് ഇനി പറയുവാൻ പോകുന്ന രീതികൾ അനുസരിച്ച് വേണം നിങ്ങൾ ഇത് ചെയ്യുവാൻ. ഒപ്പം തന്നെ ചെയ്യേണ്ട ദിവസം, സമയം എന്നീ കാര്യങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം നൽകണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ശത്രുദോഷം ഇല്ലാതാക്കുവാനായി ഏറ്റവും ലളിതമായ ഈ ഒരു കർമ്മം കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി വിശദമായി ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ശത്രുദോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളതും എഴുതി അറിയിക്കുവാൻ മറക്കരുത്. ഇനി ഈ ശത്രുദോഷം കൊണ്ട് മുൻപ് പറഞ്ഞതുപോലെ സാമ്പത്തിക ഉന്നമനം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നത് മാത്രമല്ല, നിങ്ങളിൽ ചിലർക്കെങ്കിലും അനുഭവമുണ്ടായിരിക്കും ഒരു പ്രശ്നവുമില്ലാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബത്തിൽ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിൽ വളരെ പെട്ടെന്ന്
എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അത് ചിലപ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലാകാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലാകാം, അതുമല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തികൾ തമ്മിലാകാം. അതായത് പുറമെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ സന്തോഷത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു അസൂയയോടെയെങ്കിലും എന്തെങ്കിലും പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നതിലൂടെ പോലും ഇത്തരത്തിലുള്ള ഒരു ദോഷം നിങ്ങളെ ബാധിച്ചേക്കാം. ഇതിൽ തന്നെ ചില ആളുകൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതിസന്ധികൾ വരുന്നത് എന്ന് മനസ്സിലാകാത്ത ചില സാഹചര്യങ്ങൾ വരെ ശത്രുദോഷം കൊണ്ട് ഉണ്ടാകും. കാരണം നിങ്ങൾ തമ്മിൽ പറയത്തക്ക പ്രശ്നങ്ങളോ ഇഷ്ടക്കേടുകളോ ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഒരു കാരണവുമില്ലാതെ പരസ്പരം കലഹമുണ്ടാകുന്ന അവസ്ഥ നിങ്ങൾക്ക് ഈ ഒരു ദോഷം കൊണ്ട് അനുഭവത്തിൽ വരും. അങ്ങനെ ശത്രുദോഷം ബാധിച്ച ഒറ്റ കാരണം കൊണ്ട് കുടുംബജീവിതം നശിച്ചു പോയ ചില വ്യക്തികളെ നാം നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇനി അതുപോലെ ദൃഷ്ടിദോഷം കൊണ്ടും കണ്ണേറ്, പ്രാക്ക് എന്നിവ കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ ബാധിക്കപ്പെടാവുന്ന ഒരു കാര്യമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അതായത് ആരോഗ്യ പ്രശ്നങ്ങളോ രോഗാവസ്ഥയോ ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ നടന്നിരുന്ന ചില വ്യക്തികൾക്ക് വളരെ പെട്ടെന്നായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇത്തരത്തിൽ ശത്രുദോഷം കൊണ്ട് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുകയും എത്രയൊക്കെ ആശുപത്രി കയറിയിറങ്ങിയാലും രോഗം മാറാത്ത തരത്തിലുള്ള അവസ്ഥ കാണപ്പെടുകയും ചെയ്യും. മാത്രമല്ല, ഇതിൽ ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കില്ല ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരേ വീട്ടിലുള്ള പല ആളുകൾക്ക് മാറി മാറി എപ്പോഴും ആരോഗ്യ പ്രതിസന്ധി ഉണ്ടാകുന്നതിലൂടെയും ഒരു വീടിൻ്റെ മനസമാധാനവും സാമ്പത്തിക ശേഷിയും ഇല്ലാതാകും. അത്തരത്തിലും ചിലർക്ക് കാര്യങ്ങൾ അനുഭവത്തിൽ വരാം. ഇനി മറ്റു ചിലർക്കാണെങ്കിൽ ശത്രുദോഷം ബാധിക്കുന്നതിലൂടെ വളരെയധികം പ്രതിസന്ധി നേരിടുന്നത് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും. അതായത് നിങ്ങൾ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്നതും നല്ല കഴിവുള്ളതുമായ ഒരു വ്യക്തിയുമാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജോലി സ്ഥലങ്ങളിൽ കാണപ്പെടാതെ പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതായത് ഒരു പുരോഗതി കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഇത്തരത്തിൽ ചില നെഗറ്റീവായിട്ടുള്ള ദോഷങ്ങൾ ബാധിക്കുന്നതിലൂടെ പലർക്കും ഒട്ടനവധി പ്രതിസന്ധികൾ കർമ്മമേഖലയിൽ ഉണ്ടാവുകയും ജോലി തന്നെ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ദുരവസ്ഥ നേരിടേണ്ടതായും വന്നേക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ ചില വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ അവർ ചെയ്യുന്ന ചില ദുഷ്കർമ്മങ്ങൾ കൊണ്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട ഭാഗ്യങ്ങൾ വരെ തടസ്സപ്പെടും. മാത്രമല്ല, ഇങ്ങനെയൊരു ശത്രുദോഷം നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 10 രൂപയ്ക്ക് സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 15 രൂപ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്ന തരത്തിലുള്ള അനാവശ്യ ചെലവുകൾ നിരന്തരം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. അതായത് സമ്പാദിക്കുന്ന പണം എങ്ങനെയാണ് കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്ന് പോലും അറിയാത്ത തരത്തിലായിരിക്കും നിങ്ങളുടെ ജീവിതം. ഇത് മാത്രമല്ല, ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള മനസമാധാനമോ സന്തോഷമോ ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് നിലനിൽക്കുക. എപ്പോഴും മനസമാധാനം നശിക്കുന്ന തരത്തിൽ ഓരോരോ കാര്യങ്ങൾ ജീവിതത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കും. ഇതിൽ ചില മാതാപിതാക്കൾക്ക് ആണെങ്കിൽ നന്നായി വളർത്തിക്കൊണ്ടുവന്ന മക്കൾ വളരെ പെട്ടെന്ന് ജീവിതത്തിൽ ചില ചീത്ത കൂട്ടുകെട്ടിൽപ്പെടുകയും വഴിതെറ്റിപ്പോവുകയും ചെയ്യുന്നത് കണ്ട് ദുഃഖിക്കേണ്ടി വരുന്നു. എന്നാൽ അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെയായത് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മറുപടി കിട്ടുന്നില്ല. കാരണം നിങ്ങൾ അത്രയധികം
ഈശ്വരഭക്തിയോടെയും നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചും വളർത്തിക്കൊണ്ടുവന്ന മക്കളാണ് അവർ. അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ വളർന്നു വന്ന മക്കൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു നിസ്സാര കാര്യമല്ല. ചീത്ത കൂട്ടുകെട്ടുകളും ദുശീലവും ഉത്തരവാദിത്തമില്ലായ്മയും കൊണ്ട് മക്കളുടെ ജീവിതം ഇല്ലാതാക്കുവാനും അതിലൂടെ നിങ്ങളുടെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുവാനും ചില ശത്രുദോഷങ്ങൾക്ക് കഴിയും. ഇനി കുട്ടികളിൽ ഉണ്ടാകുന്ന ദുശീലങ്ങൾ മാത്രമല്ല, സ്വന്തം ദുശീലങ്ങളെ കടിഞ്ഞാണിടുവാൻ കഴിയാത്ത അവസ്ഥ അനുഭവിക്കുന്ന ചില ആളുകളും ഇത്തരത്തിലുണ്ട്. അതായത് മദ്യപാനം പോലെയുള്ള ദുശീലം ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള അവസ്ഥ ചില ആളുകൾ നേരിടുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് പിന്മാറണമെന്നുണ്ടെങ്കിൽ പോലും അവരെ കൊണ്ട് അതിന് കഴിയില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ശത്രുദോഷം കൊണ്ട് ജീവിതം തന്നെ ബന്ധിക്കപ്പെട്ട തരത്തിലുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചെയ്യുവാൻ പോകുന്ന ഈ കർമ്മം നിങ്ങളുടെ ജീവിതത്തിലെ ശത്രുദോഷത്തെ തുടച്ചു നീക്കും. അപ്പോൾ ഈ കർമ്മം ചെയ്യുവാനായി ഏറ്റവും പ്രധാനമായി വേണ്ട വസ്തു എന്ന് പറയുന്നത് കർപ്പൂരമാണ്. മുൻപ് പറഞ്ഞതുപോലെ 10 രൂപയ്ക്കും മറ്റും കിട്ടുന്ന പൂജാകർമ്മങ്ങളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കർപ്പൂരം എടുത്താൽ മതിയാകും. അതിന് ഒരു പാക്കറ്റിന് 10 രൂപയെ നിങ്ങൾക്ക് ചിലവാകുകയുള്ളൂ. ഇനി പച്ച കർപ്പൂരം എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പച്ച കർപ്പൂരത്തിന് അല്പം വില കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ താല്പര്യം പോലെ എടുക്കാം. ഇനി അടുത്തതായി ഒരു പരന്ന പാത്രമാണ്. അതിനായി നിങ്ങൾക്ക് പൂജാമുറിയിൽ ഉപയോഗിക്കുന്ന തളികയോ അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ സാധാരണ ഭക്ഷണം വിളമ്പുവാൻ ഉപയോഗിക്കാത്ത ഒരു പാത്രമോ എടുക്കാം. എടുക്കുന്ന പാത്രം ഏതായാലും നിങ്ങൾ അത് കഴുകി തുടച്ച് എടുക്കുവാൻ ശ്രമിക്കുക. ഇനി അടുത്തതായി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇത് സാധാരണഗതിയിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്ന് കുറച്ച് എടുത്താൽ മതിയാകും. ഇനി അടുത്തതായി വേണ്ടത് ചുണ്ണാമ്പാണ്. അതായത് വെറ്റില മുറുക്കുവാനും മറ്റും ഉപയോഗിക്കുന്ന തരത്തിലുള്ള മഷി പോലെയുള്ള ചുണ്ണാമ്പാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത്. ഇനി അതുപോലെ അടുത്തതായി 2 കുരുമുളകോ, കുരുമുളകില്ലെങ്കിൽ മാത്രം 2 വറ്റൽ മുളകോ നിങ്ങൾ എടുക്കണം. ഇനി അവസാനമായി വേണ്ട വസ്തു എന്ന് പറയുന്നത് ഒരു തളിർ വെറ്റിലയാണ്. അതായത് വെറ്റില എടുക്കുമ്പോൾ മൂക്കാത്ത തരത്തിലുള്ള തളിരില തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കണം. ഇനി ഈ കർമ്മം ചെയ്യേണ്ട വിധത്തെ പറ്റിയാണ് പറയുവാൻ പോകുന്നത്. ആദ്യമായി തന്നെ നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ആ തളികയിലേക്ക് അല്പം വെള്ളമൊഴിക്കുക. ആ വെള്ളത്തിലേക്ക് ആദ്യം തന്നെ നിങ്ങൾ മഞ്ഞൾപ്പൊടി ലയിപ്പിക്കുക. മഞ്ഞൾപ്പൊടി നന്നായി ലയിച്ചതിനു ശേഷം ആ ലായനിയിലേക്ക് അല്പം ചുണ്ണാമ്പ് കൂടി ലയിപ്പിക്കുക. ഇത്തരത്തിൽ മഞ്ഞളും ചുണ്ണാമ്പും ലയിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ലായനിക്ക് ചുവപ്പ് നിറമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഇവ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ അവ അല്പം കുറുകിപ്പോയാലും അതല്ല വെള്ളം അല്പം കൂടിപ്പോയാലും അതിൽ ദോഷമൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ വന്നിരിക്കുന്ന ആ ഒരു ലായനിക്കാണ് ഗുരുതി എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഗുരുതിക്ക് മുകളിൽ നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന 2 കുരുമുളക് വയ്ക്കുക. ഇനി നേരെ മറിച്ച് നിങ്ങൾ കുരുമുളകല്ല ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത് എങ്കിൽ ആ ഉണക്കമുളകാണ് അവിടെ വെക്കേണ്ടത്. ഇനി അതിനുശേഷം ആ മുളകിൻ്റെ മുകളിലായി നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന ആ തളിർ വെറ്റില കൂടി വയ്ക്കുക. ഇതിൽ തളിർ വെറ്റില വയ്ക്കുമ്പോൾ ആരാണോ ഒഴിയുന്നത് ആ വ്യക്തിയുടെ നേർക്ക് വേണം വെറ്റിലയുടെ ഞെടുപ്പ് ഭാഗം വരുവാൻ. അതുപോലെ ഏത് വ്യക്തിക്കാണോ ദോഷം ബാധിച്ചിരിക്കുന്നത് ആ വ്യക്തി നിൽക്കുന്നതിന് നേരെ വേണം വെറ്റിലയുടെ തുമ്പ് വരുവാൻ. അതായത് ഏത് വ്യക്തിക്ക് വേണ്ടിയാണോ ഒഴിയുന്നത് ആ വ്യക്തിയുടെ നേർക്കാണ് വെറ്റിലയുടെ തുമ്പ് വരേണ്ടത്.
അതുപോലെ തന്നെ ആരെയാണോ ദോഷം ബാധിച്ചിരിക്കുന്നത്, അഥവാ ആർക്കു വേണ്ടിയാണോ നിങ്ങൾ ഒഴിയുന്നത്, ആ വ്യക്തിയെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദർശനം വരുന്ന രീതിയിൽ വേണം നിർത്തുവാൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആ വെറ്റിലയുടെ മുകളിൽ ഒരു കർപ്പൂരം വെച്ച് തീ കൊളുത്തുക. അതിനുശേഷം ഇപ്പോൾ തയ്യാറായിരിക്കുന്ന ആരതി ഉപയോഗിച്ച് ദോഷം ബാധിച്ച വ്യക്തിയുടെ തല മുതൽ പാദം വരെ ഘടികാരദിശയിൽ 7 തവണ ഒഴിയുക. ഇങ്ങനെ ഒഴിയുന്ന സമയത്ത് ഭദ്രകാളി മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്വയമാണ് ഇങ്ങനെ ഒരു ദോഷം ബാധിച്ചിരിക്കുന്നത് എങ്കിൽ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് കണ്ണാടിയിൽ കാണുന്ന നിങ്ങളുടെ പ്രതിബിംബത്തെ 7 തവണ ഒഴിയാവുന്നതാണ്. ഇനി കണ്ണാടി വീട്ടിലില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും ആ വെറ്റിലയുടെ തുമ്പ് നിങ്ങളുടെ നേരെ വരുന്ന രീതിയിൽ കയ്യിൽ സ്വയം താലം പിടിച്ചുകൊണ്ട് നിങ്ങൾക്കൊഴിയാം. അങ്ങനെ സ്വയം ഒഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തല മുതൽ നെഞ്ചുവരെ വരത്തക്ക രീതിയിൽ ഒഴിഞ്ഞാൽ മതിയാകും. ഇനി നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങൾക്കും ദോഷം ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ വീട്ടിലെ അംഗസംഖ്യ എത്രയാണോ അതിനനുസരിച്ചുള്ള കർപ്പൂരമെടുത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒഴിയാം. അതായത് ഓരോ വ്യക്തികളെയും ഒഴിയുമ്പോൾ കർപ്പൂരം മാത്രം ഓരോ വ്യക്തികൾക്കും വേണ്ടി ഓരോന്നെടുക്കുക. താലത്തിലെ മറ്റുള്ള വസ്തുക്കളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾക്ക് ചെയ്തതിന് ശേഷം വെറ്റില കരിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ദോഷവുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒഴിഞ്ഞതിനു ശേഷം താലത്തിലുള്ള വസ്തുക്കളെല്ലാം വീടിൻ്റെ പുറകുവശത്ത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് കമിഴ്ത്തി ഒഴിച്ചു കളയുക. അവയെല്ലാം ഭൂമിയിലേക്ക് ലയിച്ചു ചേരുന്ന തരത്തിൽ മണ്ണിൽ ഒഴിച്ചു കളയുന്നതാണ് ഉത്തമം. ഇത്രയും ചെയ്തതിനു ശേഷം ഒഴിഞ്ഞ വ്യക്തിക്കും ദോഷം ബാധിച്ച വ്യക്തിക്കും കയ്യും കാലും മുഖവും കഴുകിയതിനു ശേഷം തിരികെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാം. ഇനി ഏറ്റവും പ്രധാനമായി ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ചെയ്യുന്ന ദിവസവും സമയവുമാണ്. ശത്രുദോഷത്തെ ഇല്ലാതാക്കുവാനായി ഈ ഒരു കർമ്മം ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ദിവസം നിലവിളക്ക് അണച്ചു കഴിഞ്ഞ് രാത്രി സമയത്ത് വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ. മാത്രമല്ല ശനിയാഴ്ച ഒഴികെയുള്ള ഒരു ദിവസങ്ങളും ഈ ഒരു കർമ്മം ചെയ്യുവാൻ ഉത്തമമല്ല. കാരണം കൂടുതൽ ദോഷങ്ങളും ശനിയാഴ്ച ദിവസങ്ങളിലായിരിക്കും നിങ്ങളെ ബാധിക്കുക. മാത്രമല്ല കർമ്മഫലത്തെ ശുദ്ധീകരിക്കുവാനും ശനിദോഷത്തെയും കർമ്മദോഷത്തെയും ശത്രുദോഷത്തെയും എല്ലാം ഒരുപോലെ ഇല്ലാതാക്കുന്നതിനും ശനിയാഴ്ചയാണ് ഉത്തമം. ഇനി ഈ ഒരു കർമ്മം നിങ്ങൾ ഒറ്റത്തവണ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതം ഒരു പോസിറ്റീവായ രീതിയിൽ മാറുന്നതും ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ഇല്ലാതായി ഐശ്വര്യവും സമ്പത്തും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതും നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ കഴിയും. അതായത് തടസ്സങ്ങൾ മാറുകയും തൊഴിൽ മേഖലകളിൽ വളരെ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദവും നിങ്ങളെ വിട്ടകലുകയും ചെയ്യും. ഇനി ഇതിലെല്ലാം ഏറ്റവും പ്രധാനമായി ആരാണോ നിങ്ങളുടെ നാശം കാണുവാനായി പ്രവർത്തിച്ചിരുന്നത് അവരുടെ കർമ്മഫലം അവർക്ക് തന്നെ തിരിച്ചടിയാവും. അപ്പോൾ ഇതിനെ ഒരു പ്രതികാരമായി കണക്കാക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം മറ്റുള്ളവർക്ക് ദോഷകരമായ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമ്മളായിരുന്നാലും അതിൻ്റെ തിരിച്ചടി നമ്മൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത്തരത്തിൽ സ്വന്തം കർമ്മത്തിൻ്റെ ഫലമായിരിക്കും അവർക്കും തിരിച്ചടിയായി ലഭിക്കുന്നത്. അപ്പോൾ ശത്രുദോഷം കൊണ്ട് ജീവിതത്തിൽ പൊറുതിമുട്ടിയ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു കർമ്മം നിങ്ങളുടെ ജീവിതത്തെ തന്നെ രക്ഷപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ശത്രുദോഷം കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളതും എഴുതി അറിയിക്കുക. ഒപ്പം തന്നെ ജീവിതത്തിൽ പല ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന
നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ഒരു അറിവ് പകർന്നു നൽകുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.